സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാണ്ട. വ്ളോഗർ സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകി വനിതാ ചലച്ചിത്ര താരങ്ങൾ. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്കാർക്കും ചിരി വരുന്നില്ലേ? എന്നൊന്ന് വെറുതെ വിട് പ്ലീസ്. എനിക്ക് കല്യാണ പ്രായം ആയിട്ടില്ല. ചേട്ടൻ്റെ പകുതി പ്രായമല്ലേ എനിക്കുള്ളൂ. നല്ല നിലയിലെത്താൻ കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ, ഉഷ ഹസീന എന്നിവർ പരാതി നൽകി. ഇവിടുത്തെ പണി പോയി. കേട്ടോ ആ റേഡിയോയിൽ പേര് കേട്ട്. വളരെ മോശം പരാമർശമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനെതിരെ തെളിയിച്ചു പറയടോ. തെളിച്ചു വരാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞെട്ടരുത്. ഏതാണ്ട് 12ഓളം നടിമാരാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇയാൾ നടത്തിയത്. മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന 250ഓളം വരുന്ന വനിതാ പ്രവർത്തകരെ ഇയാൾ ഇത്തരത്തിൽ മോശം പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു. കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ? വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകെ മണം പിടിച്ച് വന്നത്. സന്തോഷ് വർക്കി ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം സിനിമകളുടെ റിവ്യൂ പറഞ്ഞ് ഒരു ചെറിയ രീതിയിൽ ഫേമസ് ആയ ആളാണ്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ഈ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനു മുമ്പും ഇയാൾ സമാന രീതിയിൽ ചില സിനിമാ നടികൾക്കെതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അവന്റെ 16 അടിയിൽ തന്നെ നടന്നു ഞാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അതിന് ഒരുപടി കടന്നുകൊണ്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം മോശം സ്ത്രീകളാണ് എന്ന് ആണല്ലോ ശക്തമായി അപലപിക്കുകയും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ 250ഓളം വരുന്ന സിനിമാ വനിതാ പ്രവർത്തകരുടെ തീരുമാനം. അതിന്റെ ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. അവനെ പേപ്പട്ടി അടിക്കും. ഒന്ന് കലങ്ങി തെളിയും വരെ എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എന്ന് ആലോചിക്കാം. അത് നല്ലതാ. ചിലപ്പോ തിരക്കുണ്ട്, നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം.